റിലാക്സ് ഫോർസിന്റെ ഒരു 17ാമത്തെ പ്രൊജക്ട് വേറൊന്നുമല്ല, ഫോൺ അഡിക്ഷൻ സൊല്യൂഷൻ പ്രോഗ്രാംസ് എന്നായിരുന്നു. ഫ്ലാറ്റുകൾക്കായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് റിസർച്ച് ചെയ്തപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും അവർ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മുടെ യങ്സ്റ്റേഴ്സിനെ എല്ലാവരെയും ആ ഒരു കഞ്ചാവിനും മയക്കുമരുന്നും ലഹരിക്ക് എല്ലാം അടിമയാക്കുന്ന പോലെ തന്നെ ഇവരെ ഫോണിൽ അഡിക്റ്റ് ആക്കി. പക്ഷേ ഈ പറയുന്ന കഞ്ചാവും മയക്കുമരുന്നും ഈ പറയുന്ന ലഹരി എല്ലാം ഈസിലി നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ മൊബൈൽ അഡിക്ഷൻ അതൊരിക്കലും സാധിക്കില്ല. അതായത് ഈ ഒരു കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് അവരെല്ലാം ബ്ലെൻഡ് ചെയ്യുന്ന പോയിസൺ തന്നെ ആക്കി കഴിഞ്ഞു. അതായത് ഈ പറയുന്ന ചോക്ലേറ്റ്സ് വഴിയാണെങ്കിലും നെസ്ലയുടെയും ഈ പറയുന്ന കാഡ്ബറീസ് ഇതെല്ലാം അവർ കോമ്പോസിഷൻ മാറ്റി. ഒരിക്കലും ഇന്ത്യയിൽ കഴിക്കുന്ന കുഞ്ഞുങ്ങളുടെ കോമ്പോസിഷൻ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് അല്ല അവരുടെ ആ ഒരു അമേരിക്ക അല്ലെങ്കിൽ പാരീസിലെല്ലാം കഴിക്കുന്ന ആൾക്കാർക്ക്. ഓക്കെ, അതിന്റെ കോമ്പോസിഷനും കോമ്പണൻസും എല്ലാം മാറ്റി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ഒരു കുഞ്ഞുടുക്കുന്ന വസ്ത്രം, ഈ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് പോകുന്ന റേഡിയേഷൻ, ക്യാൻസർ 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 അല്ലെ, കുഞ്ഞുങ്ങൾക്കെല്ലാം ക്യാൻസർ. ഈ പറയുന്ന വൃക്ക മാറ്റി വെക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു വാർത്താ ചാനലിൽ 40 ലക്ഷം രൂപ വേണം, വൃക്ക എന്തോ മാറ്റി വെക്കണം, അതോടൊപ്പം തന്നെ കിഡ്നി മാറ്റി വെക്കണം, ലിവർ മാറ്റി വെക്കണം. ഇതെന്താണിത്? എന്തിനാ മാറ്റി വെക്കുന്നത്? ഭഗവാൻ നമുക്ക് ഈ ഒരു ശരീരം ഈ ഒരു കുഞ്ഞിനെ തന്നത് എല്ലാം പെർഫെക്റ്റ് ആക്കിട്ടാ. ആ ഒരു ഗർഭാവസ്ഥ മുതലേ ഇവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ ഈ പറയുന്ന ബയോളജിക് വാറിന്റെ എല്ലാവിധ രീതി ചെല്ലുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇന്ത്യയുള്ള ഓർഗൻസും കാര്യങ്ങളും എല്ലാം നശിക്കും. കാരണം എനിക്ക് സംബന്ധിച്ച് ഈ പറയുന്ന MBBS MD ഡോക്ടേഴ്സിന്റെ പഠിച്ച കാര്യമല്ല ഞാൻ പഠിച്ചത്. ഞാൻ വേദങ്ങളും അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിന്റെ ബോഡി അതോടൊപ്പം തന്നെ എന്റെ കണ്ണീ കണ്ട് വളർത്തിയെടുത്ത കുഞ്ഞുങ്ങളേത്. അപ്പൊ ഈ പറയുന്ന കുഞ്ഞിന്റെ ഹൈജാക്ക് ആണെങ്കിൽ ഇത് കണ്ടില്ലേ, ഒരു കുഞ്ഞ് മൊബൈൽ മേടിച്ച് കഴിഞ്ഞാൽ അവന്റെ വീട്ടിൽ കാണിച്ചേക്കണ ഇതാണ്. അതായത് അവർ ആ ഒരു അഡിക്ഷൻ ആയി കഴിഞ്ഞു. അതായത് ഒരു കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ഒരു സിറിഞ്ച് മേടിച്ചാൽ എങ്ങനെയുണ്ട് ഒരു മയക്കുമരുന്ന് ആളുടെ കയ്യിൽ നിന്ന്, അതേ അവസ്ഥയിൽ തന്നെ ഫോൺ മേടിച്ചുള്ള അവസ്ഥയിലേക്ക് ഇവരെ കൺവേർട്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മെട്രോ ചെന്നപ്പോൾ ടെൻഷനും ഡിപ്രഷനും ഈ ഒരു കാര്യമല്ല, ഈ പറയുന്ന ലഹരിയും സ്മോക്കിങ്ങും അല്ല പ്രതിവിധി എന്നുള്ളത്. ഇതെല്ലാം സിനിമ 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 എന്ന് പറഞ്ഞ് നിങ്ങൾ ആരാധിക്കുന്ന ആ ഒരു വിഡ്ഢികളായ അല്ലെങ്കിൽ ആ ഒരു ഡമ്മിയായ നടന്മാരെ കൊണ്ടിട്ട് ഈ പറയുന്ന മൾട്ടിനാഷണൽ കമ്പനീസ് മോൾഡ് ചെയ്യുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ടെൻഷൻ വരുമ്പോൾ ഒരു സിഗരറ്റ് വലിക്കൽ, ഈ പറയുന്ന പ്രേമനൈരേഷൻ വരുമ്പോൾ വെള്ളത്തിൽ മുങ്ങിയാറില്ല. പക്ഷെ അവരെല്ലാം ഡമ്മി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വലിക്കുന്നു. ഒറിജിനൽ ആയിട്ടുള്ള ആൾക്കാർ പിള്ളേരെല്ലാം ഇതിങ്ങനെ ചെയ്തു നടക്കുന്നു. അപ്പൊ ഇതെല്ലാം ഒരു ഹൈലി മാനിപ്പുലേറ്റിംഗ് തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെയും നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ എല്ലാവരുടെയും ബ്രെയിൻ ഇങ്ങനെ മോൾഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒരു ഭാവി തലമുറക്ക് നാശമാണെന്ന് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതെല്ലാം സൊല്യൂഷനുള്ള കാര്യം. കാരണം പ്രശ്നം കണ്ടെത്തി കഴിഞ്ഞു അല്ലേ, കുഞ്ഞുങ്ങളുടെ ശരീരവും കുഞ്ഞുങ്ങളുടെ മനസ്സും. ഇവൻ കഴിഞ്ഞ ദിവസം ഫോൺ മേടിച്ചെന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു വടി കൊണ്ടൊന്നും അടിച്ചു. ഓക്കെ, വടിക്ക് വരെ ഒരു കത്തിയാണെങ്കിൽ മുഖത്ത് കുത്ത് കിട്ടിയാനെ. അപ്പൊ കുഞ്ഞുങ്ങളെല്ലാം ഒരു വയലന്റ് ആക്കി മാറ്റി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും ഈ പറഞ്ഞ ബ്രെയിൻ വളർച്ച എല്ലാം നില്ലാവും, സീറോ ആവും. അതായത് ഇവൻ ക്യാപ്ചർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വിട്ടിട്ട് അവനൊരു മൊബൈൽ സ്ക്രീൻ ആവുമ്പോൾ ആ ഒരു കണ്ണ് പോകുന്നു, ചെവി പോകുന്നു, ഈ പറയുന്ന ഇന്റേണൽ ഓർഗൻസ് പോകുന്നു. അപ്പോൾ അങ്ങനെ എന്റെ ഭാവി തലമുറ ഈ പറയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ അകപ്പെടുത്താൻ എനിക്ക് സാധിക്കില്ല. കലിയുഗത്തിന്റെ ഏറ്റവും ഒരു പീക്കാണ് ഈ പറയുന്ന ഡിജിറ്റൽ യുഗം വന്നത് അല്ലെ. ഡിജിറ്റൽ യുഗം പക്ഷെ ഒന്ന് കട്ട് ചെയ്തില്ലെങ്കിൽ വളരെ വലിയ ആപത്ത് നമുക്ക് സംഭവിക്കും. നമ്മുടെ ഭാവി തലമുറ എല്ലാം നാശത്തിൽ തന്നെ പോകും. കുറെ പേര് ആശുപത്രി പോകും, കുറെ പേര് മെന്റലി ഇൽനെസ് ആയി പോകും, കുറെ പേര് മന്ദബുദ്ധികളായി പോകും, കുറെ പേർക്ക് ക്യാൻസർ വരും. അപ്പൊ ഇതെല്ലാം എനിക്കറിയാം. അപ്പൊ ഇതെല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ ഈ വിഡ്ഢികൾ മുമ്പിൽ നിന്നാൽ സാധിക്കില്ല. കാരണം അവർക്ക് യാതൊരു അറിവില്ലാത്ത ആൾക്കാരാണ് നമ്മുടെ ഈ പറയുന്ന ജുഡീഷ്യൽ സിസ്റ്റം, ഈ പറയുന്ന ഗവൺമെന്റ് സിസ്റ്റം. അപ്പൊ അതെല്ലാം കഴുകി മാറ്റണം. ഓക്കെ.